എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നിമിഷ ബൈജുവിനെ കുറിച്ചാണ്. ചിലരുടെയൊക്കെ പരാതി അങ്ങ് തീർന്നോട്ടെന്ന് ഓർത്ത്. എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും കമന്റ് ബോക്സിൽ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് നിമിഷയെക്കുറിച്ച് രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോഴാണ് കൂടുതലും അത് വരിക, നിമിഷയെക്കുറിച്ച് ചെയ്യാത്തത് എന്താണ്, പേടിയാണോ എന്നൊക്കെ ചോദിച്ചു. സത്യത്തിൽ നിമിഷയെക്കുറിച്ചൊക്കെ വീഡിയോ ഇഷ്ടംപോലെ ഇട്ടിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ വീഡിയോ റിയാക്ഷൻ ഇട്ടെന്ന് കരുതി ആ പുള്ളിക്കാരത്തെ അതൊന്നും നിർത്താനൊന്നും പോകുന്നില്ല, ഒരു കാര്യമില്ല. അപ്പൊ ഒന്നോ രണ്ടോ പറഞ്ഞു വെച്ച് പിന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട്. പക്ഷെ എന്തെങ്കിലും സംസാരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ എടുത്ത് സംസാരിക്കാം. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ നിമിഷ ബിജോയുടെ ചാനലിൽ അത്യാവശ്യം സംസാരിക്കാനുള്ള ഒരു വിഷയം, ഒരു കണ്ടന്റ് വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, പുള്ളിക്കാരത്ത് കഴിഞ്ഞ ദിവസം ഒരു ഡാൻസ് ചെയ്തു. അത് ഒറ്റ നോട്ടത്തിൽ അടിയിൽ ഇന്നർ ഒന്നും ഇട്ടിട്ടില്ല എന്ന് തോന്നും. അപ്പൊ ആൾക്കാര് ഞരമ്പന്മാരുൾപ്പെടെ എന്ത് ചെയ്യും, 3-4 വട്ടം അത് കാണും. കണ്ടു കഴിഞ്ഞിട്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ നിരാശയായി, ഇന്നറുണ്ടെന്ന് അവർ മനസ്സിലാക്കി. അപ്പൊ പിന്നെ കലിപ്പായി. കലിപ്പെന്ന് പറഞ്ഞാൽ കലിപ്പ് തീരണില്ലല്ലോ എന്ന് പറയുന്ന പോലത്തെ അങ്ങ് കലിപ്പായി. ശരിക്കും നിമിഷ ബിജോടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. പുള്ളിക്കാരത്തിയുടെ ചാനലിൽ താഴെ ലൈവിലൊക്കെ വന്നിരുന്ന് പുള്ളിക്കാരത്തി തെറി പറയുന്ന ഒരു വർഷങ്ങളായിട്ട് പറയുന്നവരാന്ന് പുള്ളിക്കാരത്തി ചിലപ്പോൾ ലൈവിൽ പറയുന്ന കേൾക്കാം. വർഷങ്ങളായിട്ട് പറയുന്നവരുണ്ട്. അവരിപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവരെന്തിനാണെന്ന് പിന്നെ അങ്ങോട്ട് പോകുന്നത്? 1-2 തെറിയൊക്കെ പറഞ്ഞ് ഇവർക്ക് ഇഷ്ടമില്ലാണ്ടാണല്ലോ തെറി പറയുന്നത്. നിമിഷ ഇഷ്ടമില്ലാണ്ടാണല്ലോ. നിമിഷ തുണി പറിക്കുന്നതിനോട് അവരുടെ ഉള്ളിലെ സദാചാര ബോധം വെളിവെന്നല്ല, ഭാവി തലമുറയെ നശിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള നല്ല ചിന്താഗതി അവർക്കുള്ളിൽ വരുന്നതുകൊണ്ടാണല്ലോ അവർ പിന്നെയും പോയി തെറി എഴുതിയിരുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇവരായിട്ട് ആ കാഴ്ച അങ്ങ് ഒഴിവാക്കിയ ഒരു വ്യൂ കുറയില്ലേ? അങ്ങനെ കുറെ പേര് അങ്ങനെ ആലോചിച്ച വ്യൂ കുറയുമ്പോൾ നിമിഷം നിർത്തിക്കോളും. വ്യൂ ഉണ്ട്, കൂടിക്കൂടി വരുന്നതും തുക പണം കയറി വരുന്നതുകൊണ്ടല്ലേ പിന്നെയും ഇടുന്നത്. അപ്പൊ അത് ആരുടെ കുറ്റമാണ്? പകുതി കുറ്റമേ നിമിഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പകുതി കുറ്റം ഞരമ്പന്മാര് അല്ലെങ്കിൽ പ്രേക്ഷകര്, ആണും പെണ്ണും എല്ലാം കണക്കാണ്. അവിടെ പോയിരുന്ന വെച്ചാൽ അവരെ തെറി പറയാനായിട്ട് അവരുടെ വീഡിയോ എല്ലാം കാണും. ഇങ്ങനെ എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നുള്ളൂ. ഇപ്പൊ പണ്ടൊക്കെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞിരുന്നത്. നിമിഷയും അതുപോലെ നിശാന ബ്ലോഗ് അവരെയൊക്കെ ആ രീതിയിൽ, അഞ്ജിതയൊക്കെ ആ രീതിയിലാണ് സംസാരിച്ചത്. ഇപ്പൊ കാലം ഇഞ്ഞു പോന്നു കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ ഇവരൊക്കെ തുടങ്ങിയിട്ട്. ഈ അവരുടെ ലൈവിന്റെ താഴെ പോയി മരവാഴ കണക്കിന് ഇരിക്കുന്നതിന് യാതൊരു കുറവില്ല. നിമിഷ തന്നെ അത് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡാൻസ് ഉണ്ടല്ലോ, ഈ ഡാൻസാണ് ഇപ്പൊ വിവാദമായിരിക്കുന്നത്. അതായത് അടിയിൽ ഒന്നും ഇടാതെ, ഇന്നർ ഒന്നും ഇടാതെ പവാട പൊക്കി കാണിച്ചെന്നും പറഞ്ഞ ഒരു ആ ഡാൻസ് ആദ്യം കാണും. ഇനിയിപ്പൊ അത് ഞാൻ കാണിച്ചെന്നും പറഞ്ഞ് എന്റെ വെക്കിട്ട് കയറണ്ട, അത് കാണിച്ചാലേ കാര്യം മനസ്സിലാവുള്ളൂ. അതൊന്ന് കാണും. ഇതൊരു ഹിന്ദി പാട്ടിനൊപ്പമാണ് പുള്ളിക്കാരത്തി ചൂട് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലുക്കില് നമ്മൾ ഒറ്റ നോട്ടത്തില് ഒന്നും ഇട്ടിട്ടില്ലേ എന്നുള്ള വിചാരത്തിൽ വീണ്ടും നോക്കും. 2-3 പ്രാവശ്യം നോക്കി കഴിയുമ്പോഴത്തേനും സംഭവം മനസ്സിലാകും, പറ്റിച്ചേ എന്നുള്ളതാണെന്ന് മനസ്സിലാവും. പുള്ളിക്കാരി പോയി സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടും എല്ലാം പറ്റിയിട്ട് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ ഞരമ്പന്മാർക്ക് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ദേഷ്യം എന്താ വെച്ചാൽ അവര് കുറെ വർഷമായി ഇതിന്റെ പുറകെ നടക്കുന്നു. ഒന്നും നിമിഷ കാണിക്കുന്നുമില്ല, വെറുതെ കാശും മേടിക്കുന്നു. ഇതാണ് അവരുടെ വിഷയം. അതിനവര് ഈ ആട്ടിൻതോലിട്ട ചെന്ന പോലെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അവരതിനു വേണ്ടി അവിടെ പോയി മാന്യ വ്യക്തിയായിട്ട് ചമഞ്ഞ് അവിടെ അതിന്റെ കീഴെ വന്നിട്ട് നല്ല കമന്റ് ഇട്ട് വെക്കും. അയ്യോ എന്റെ ദൈവമേ, ഭാവി തലമുറയെ മോശമാക്കുന്ന ഇവ ശവം, ഇവർക്ക് അങ്ങനെയില്ലേ ഇങ്ങനെയില്ലേ, ഇവർക്ക് കുട്ടികളില്ലേ, കുടുംബമില്ലല്ലേ, ഭർത്താവിനെ കുറെ തെറി, ഇതെല്ലാം പറയും. പക്ഷെ അവരുടെ ഉള്ളിൽ ഇതൊന്നും അല്ലെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പൊ എല്ലാവരും എന്നെ പൊങ്കാലിടുന്ന ഞരമ്പന്മാര്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരാണ് നിമിഷപ്പോലുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ തെറി കമന്റ് തന്നെ താഴെ. പക്ഷെ നിമിഷ ഈ ഒരു വീഡിയോയ്ക്ക് ഈ വീഡിയോ വെച്ച് നിമിഷ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ കാര്യം. ആ വീഡിയോ എനിക്ക് നിരന്തരം വരുന്ന എന്റെ പേഴ്സണലി എനിക്ക് വരുന്ന ഒരുപാട് മെസ്സേജുകളാണ്. ചേച്ചി ചാനൽ തുടങ്ങിയിട്ട് റീച്ച് ഇല്ല. അത് ഇൻസ്റ്റ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, നമ്മുടെ യൂട്യൂബ് ആയിക്കോട്ടെ, എല്ലാത്തിനകത്തും റീച്ച് ഇല്ല എന്നും പറഞ്ഞ് കുറെ ആൾക്കാർ പരാതികൾ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ നല്ലൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇത് ഞാൻ വെറും 375 രൂപയ്ക്ക് മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. ഇതിന്റെ എക്സ്പയറി ഒക്കെ കഴിയാറായി പോയി, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാം. അപ്പൊ ഇതൊരു 375 രൂപയ്ക്ക് ഞാൻ നമ്മുടെ മീഷോയിൽ നിന്ന് എടുത്തൊരു സംഭവമാണ്. ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു 3500 രൂപയോളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു സംഭവം നിങ്ങൾ ഇട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് ആണോ പിന്നെ ലൈക്സ് ആണോ കമന്റ്സ് ആണോ ഇതിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. നിങ്ങളുടെ റീച്ച് മില്യൺ ഒന്നും പറയാൻ പറ്റില്ല, അത് അങ്ങ് അടിച്ച് കയറി പോവുകയുള്ളൂ. അതിന്റെ വീഡിയോസ് ഞാൻ ഒരു സാമ്പിൾ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ, മുകളിൽ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടാൽ മതി. അപ്പൊ റീച്ച് ഇല്ലാതെ വിഷമിക്കുന്ന എല്ലാ ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഞാൻ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിമിഷ ബിജോ ഇന്നർ എന്നും പറഞ്ഞിട്ട്, ഇന്നർ അനുഗ്രഹിക്കണേ എന്നും പറഞ്ഞിട്ട് എന്റെ കമന്റിന്റെ അടിയിൽ, അതായത് നമ്മുടെ വീഡിയോയ്ക്ക് അടിയിൽ കമന്റ് ഇട്ടേക്കാം.
നിമിഷ ബിജോ ഇന്നർ അനുഗ്രഹിക്കണേ എന്നും പറഞ്ഞിട്ട് കമന്റ് ഇട്ടേക്കുക നമ്മുടെ വീഡിയോയ്ക്ക് അടിയിൽ. അപ്പൊ അവർക്ക് ഞാൻ വേണമെങ്കിൽ ഈ സംഭവം വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഷോർട്സ് വേണമെങ്കിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇതുവരെ എന്താ പറയാ ലൈഫിൽ നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇരിക്കുമായിരിക്കും ചിലപ്പോൾ നമ്മൾ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴേ. അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേനും ലൈഫിൽ ഇതുവരെ മിണ്ടാത്ത ആൾക്കാരും നമ്മുടെ വീട്ടിലുള്ളവരും അച്ഛനും അമ്മയായിട്ട് പിണങ്ങി നിൽക്കുന്നവരും നമ്മുടെ കുടുംബക്കാരൊക്കെ പിണങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്. കറക്റ്റ് നമ്മളെ അവരെന്തായാലും ഫോൺ വിളിച്ചിരിക്കും. പിണങ്ങിയിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പോലും അവരാണെങ്കിൽ പോലും നമ്മളെ വിളിച്ചിരിക്കും. ഇത് ഞാൻ തരുന്ന ഒരു ടിപ്പാണ് നിങ്ങൾക്ക്. അപ്പം ഈ ഒരു ഷോർട്സ് നിങ്ങൾ മറക്കണ്ട. ആഴ്ചയിൽ ഒരു പ്രാവശ്യം, ഒരിക്കലും ഇത് ഫുള്ള് പൊക്കി കാണിക്കാൻ പാടില്ല. ജസ്റ്റ് നിങ്ങൾ 2 മിനിറ്റ് വീഡിയോ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിന്നായം പോലെ ഷൂ പൊക്കാത്താക്കുക, അത്രയും ചെയ്യാൻ പാടുള്ളൂ. ഫുൾ സമയം പൊക്കി പിടിച്ചോണ്ടിരിക്കരുത്. അപ്പൊ നിമിഷ ബിജോർ ഇത്ര നാൾ ഞാൻ ആർക്കും ഇങ്ങനത്തെ ഒരു ടിപ്പൊന്നും പറഞ്ഞു കൊടുക്കാത്ത ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു റീച്ച് നിങ്ങൾക്ക് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കാം, ഇതൊന്ന് പറഞ്ഞു തന്നേക്കാന്ന് വിചാരിച്ചത്. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കണ്ട. 2 ഷോർട്സ് മേടിക്കുക, ജസ്റ്റ് ടിങ് ഒന്ന് പൊക്കി ഒന്ന് കാണിച്ചേക്കാം. പിന്നെ മില്യനാണോ വ്യൂസ് എന്താ പറയാ അങ്ങ് കത്തി കയറിക്കോളും. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുന്നു. അപ്പൊ നിമിഷ പറയുന്നത് നിങ്ങൾ രണ്ടാമതൊരാവർത്തി കേട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. സമൂഹത്തിലേക്കാണ് പുള്ളിക്കാരത്തി വിരൽ ചൂണ്ടുന്നത്. വ്യൂസ് ഇല്ല എന്ന് പറയുന്നവര് 300 രൂപ കൊടുത്ത് മീഷോയിൽ നിന്ന് ഒരു ലെഗിൻസ് മേടിച്ചാൽ അങ്ങനത്തെ 1-2 തുണികൾ വെച്ചാണ് പുള്ളിക്കാരത്തി ഈ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ ആ 300 രൂപ കൊടുത്ത് ഒരു ലെഗിൻസ് മേടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കളിച്ചാൽ മതി, അപ്പൊ തന്നെ വന്നോളും. ഇതിന്റെ അകത്ത് മറ്റൊരു സംഭവം, അടിയിൽ നിങ്ങൾ ഓർക്കണം, ബെർമുഡ അല്ലെ ലെഗിൻസ് ഒക്കെ പോലത്തെ ഷോർട്സ് അടിയിൽ ഇട്ടോണ്ടാണ് ആ ഡാൻസ് കളിച്ചിരിക്കുന്നത്. അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സ്കിന്നിന്റെ നിറമുള്ള അതൊരു തരത്തിൽ സമൂഹത്തിനെ പറ്റിക്കുവാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊന്ന് കണ്ടപ്പോഴത്തേക്കിന് അവിടെ പോയി നിന്ന് ഇതുപോലെ വലിയ ആഗ്രഹിച്ചു പോയി കണ്ടവരാണ് തെറ്റുകാര്. നിമിഷ ഈ പറയുന്നതിലൂടെ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി? സമൂഹത്തിനെതിരെയാണ് പുള്ളിക്കാരത്തി വിരൽ ചൂണ്ടിയത്. അതായത് ഇങ്ങനെയൊന്ന് കാണിച്ചാൽ ഇവിടെ വന്ന് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം ആരുടെ സ്വഭാവമാണ് അഴുക്കെന്നാണ് പുള്ളിക്കാരത്തി. ആദ്യം പുള്ളിക്കാരത്തി ഇങ്ങനെ കാണിക്കുന്നത് തന്നെ ഒരു തട്ടിപ്പാണ്, അത് പുള്ളിക്കാരത്തിയുടെ സ്വഭാവ ദൂഷ്യം. പക്ഷെ അതിനെ വളർത്തിക്കൊണ്ട് വരുന്ന ആരാണ്? ഒരു പ്രോത്സാഹനം കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുന്ന ആൾക്കാരാണ്. 3-4 വർഷമായല്ലോ നിമിഷം. 3-4 അല്ല, അതിൽ കൂടുതലായിട്ടുണ്ടല്ലേ, കൊറോണ കാലത്തെങ്ങാണ്ട 6-7 വർഷത്തോളമായിട്ടുണ്ട്. എന്നിട്ടും ഇന്നും ഒരു കുറവില്ലാതെ ഇത് കാണാനും എടുക്കാനുമായിട്ട് പോകുന്നില്ലേ? അതിന്റെ ഒരു കാര്യം എന്താ? എപ്പോഴെങ്കിലും കാണാൻ പറ്റും എന്നുള്ള ഒരു വിചാരത്തിലല്ലേ? അല്ലേ? അതേപോലെ സബ്സ്ക്രിപ്ഷൻ, പുള്ളിക്കാരത്തിന്റെ സബ്സ്ക്രിപ്ഷൻ ഇതേപോലെ തന്നെ, അത് ഞാൻ കാണിച്ചു വരാം. അപ്പൊ നിമിഷ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? സമൂഹത്തിലേക്കാണ് പുള്ളിക്കാരത്തി വിരൽ ചൂണ്ടിയിരിക്കുന്നത്. ഈ തെറിയെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം നല്ല വ്യൂസ് കിട്ടി, നല്ല പൈസ കിട്ടി ആ ഒരൊറ്റ ഷോർട്ട് വീഡിയോയ്ക്ക്. അപ്പൊ ഒന്ന് ആലോചിച്ച്, നമ്മൾ നിമിഷം തന്നെ ഇരുന്ന് കുറ്റം പറയുന്നത്. എന്തിനാണ് ആണുങ്ങളെ കുറ്റം പറയാതിരിക്കുന്നത്? ഈ ആണുങ്ങൾ പ്രവാസികളാണേലും അല്ലേലും എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് നല്ലപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. ഈ പൈസ കൊണ്ട് ഇങ്ങനത്തെ ടൈം പാസിന് കൊണ്ട് കളയും. എന്നിട്ട് പ്രതീക്ഷിച്ച കിട്ടാൻ വരുമ്പോഴത്തേനും അവിടെ വലിയ പുണ്യാളനായിട്ട് അങ്ങോട്ട് കരുതി അങ്ങോട്ട് കമന്റ് ഇടിയിലാണ്. ഇപ്പൊ ഒരാൾ തെറി പറയും, ഇൻസ്റ്റേ പറയുന്നുണ്ട്. അങ്ങേര് ആത്മാർത്ഥമായിട്ടായിരിക്കാം തെറി പറഞ്ഞത്. പക്ഷെ അങ്ങേര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അങ്ങേരുടെ വർഗത്തിൽപ്പെട്ട പുരുഷന്മാരാണ് ഇത് ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോകുന്നത്. അത് അങ്ങേര് മനസ്സിലാണ്. അറപ്പ് പക്ക അറപ്പ്. ആണിനും പെണ്ണിനും ഇത് കാണുമ്പോ അറപ്പാത്തോണ്ട്. സത്യം പറയാ, അറപ്പ്. കുയ്യൽ കാലക്കാലായില്ലേ, എന്തിന്റെ തകരാറാ അറിയാൻ ചോദിക്കുക. അറപ്പ് എന്ന് പറഞ്ഞാൽ അറപ്പാത്തോണ്ട്. ഇതിനെ വെറുക്കുന്ന ആൾക്കാർ മാത്രം ഒന്ന് ലേക്ക് അടിക്കിട്ടല്ലോ. വെറുക്കുന്ന ആൾക്കാർ മാത്രം, ഈ തള്ളച്ചിനെ വെറുക്കുന്ന ആൾക്കാർ അറപ്പ് തോന്നി. ഷേ നാണക്കേട്, എന്ത് അറപ്പാ തോന്നുന്നത്. ഞങ്ങൾക്ക് ഛർദിക്കാനൊക്കെ മറിക്കുന്നത്. എന്ത് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചത്? കൂടുതൽ ഉപയോഗിച്ച ഭാഷ അറപ്പ്. ഇതാണ് കൂടുതൽ ഉപയോഗിച്ച ഭാഷ. ഞാൻ ചോദിക്കട്ടെ, ഇത്രമേൽ അറപ്പാണെങ്കിൽ നിങ്ങൾ കാണരുത്. നിങ്ങളൊന്ന് കാണാതിരുന്നേ. നിമിഷം ഇപ്പൊ ചാനൽ പൊട്ടിപ്പോവും. കാരണം കാഴ്ചക്കാരില്ല. പിന്നെ എന്താണ്? ഏത് യൂട്യൂബേഴ്സ് ആണെങ്കിലും ഒരു വ്യൂസ് പോലും ഇല്ലാതെ വന്ന് അവർ ചാനൽ നിർത്തിപ്പോവും. കാരണം അതിനുവേണ്ടി മെനക്കെടുന്ന സമയം വളരെ കൂടുതലാണ്. എഡിറ്റ് അത് ഇതൊക്കെ ആയിട്ട് അവനവന്റെ ഒരു സമയമാവുന്നു. അതിന് ഒരു വ്യൂസ് പോലും ഇല്ലാതെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എത്രയോ യൂട്യൂബേഴ്സ് അങ്ങനെ പറ്റിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നേരത്തെ കാലത്ത് ഉണ്ടായിരുന്ന പലരും ഇപ്പൊ ഇല്ല, ഒത്തിരി പേരില്ല. ഉള്ളവരെക്കാട്ടും കൂടുതൽ ഇട്ടേച്ച് പോയവരാണ് കൂടുതൽ. കാരണം പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ വ്യൂസ് ഇല്ലാതെയൊക്കെ വന്നേച്ച് പിന്നെ അതിന് മെനക്കെടുന്ന സമയം, പണിയെടുക്കാനായി എഡിറ്റിങ് നല്ല പണിയുണ്ട്. അപ്പൊ അങ്ങനെ ഇട്ടേച്ച് പോകും. ഇപ്പം നിമിഷയുടെ കാര്യമാണെങ്കിൽ നിമിഷയുടെ ലൈവിൽ ഇങ്ങനെ മരവാഴ കണക്കിന് പോയിട്ട് ഇരിക്കാൻ ആണുങ്ങൾ ഞരമ്പന്മാരില്ലേ, നിമിഷ ഇട്ടിട്ട് പൊക്കോളും. പക്ഷെ നിമിഷ സബ്സ്ക്രിപ്ഷനിൽ എത്ര ആൾക്കാരെ പറ്റിക്കുന്നറിയാം. പുള്ളിക്കാരത്തി ഇപ്പൊ കാണിക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, ഒന്നും കാണിക്കില്ല. അതിനൊക്കെ 2000 രൂപ വെച്ച് ഓരോ സ്റ്റെപ്പായിട്ട് സബ്സ്ക്രിപ്ഷൻ കയറ്റി കൊണ്ടുവന്ന് അത് മനസ്സിലാക്കിയാലും എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് സബ്സ്ക്രിപ്ഷൻ എടുത്തോട്ട് പോകുന്നുണ്ട്. ഞാനേ ക്രിസ്റ്റൽ ബൈ സാറ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട്. അവരുടെ
വീഡിയോ കാണാറുണ്ട്. അതിന്റെ കാരണം സ്റ്റാർട്ടിങ്ങിൽ അവർ പണ്ട് ഈ ബ്യൂട്ടി പ്രോഡക്റ്റ് ഒക്കെ അവർക്ക് പ്രൊമോഷൻ കിട്ടിയപ്പോൾ അവർ പറഞ്ഞേ ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ ഞാൻ റിവ്യൂ ചെയ്യാമെന്ന് അവർ പറഞ്ഞ മറുപടി. അങ്ങനെ ഒരു യൂട്യൂബർ പറയല്ലോ, കാശ് അതിന്റെ ഒരു പ്രൊമോഷൻ വരുമ്പോൾ ഇഷ്ടംപോലെ പൈസ കിട്ടുമല്ലോ എന്നുള്ള ഒറ്റ വിചാരത്തിൽ സ്വന്തം ചാനലിൽ വരുന്നവരെ പറ്റിച്ചുകൊണ്ട് ചെയ്യുന്ന ബ്യൂട്ടി ബ്ലോഗർമാരെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ക്രിസ്റ്റൽ ബൈ സാറ എന്ന് പറയുന്ന അവർ അത് എടുത്തില്ലെന്നല്ല, ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് റിവ്യൂ പറയാന്ന് പറഞ്ഞപ്പം എന്തുണ്ടായി, കമ്പനി നിന്ന് എപ്പിപ്പോയി. പിന്നെ കണ്ടിട്ടില്ല. ഈ വെളുത്തിട്ട് പാറട്ടെ എന്നും പറഞ്ഞ് വരുന്നവരാണ്, പിന്നെ കണ്ടിട്ടില്ല. അങ്ങനെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് ഞാൻ ഈ ക്രിസ്റ്റൽ ബൈ സാറയുടെ വീഡിയോ കാണും. പുള്ളിക്കാരത്തിന്റെ ഒരു പ്രത്യേകത യൂട്യൂബിൽ മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. യൂട്യൂബിൽ ഇഷ്ടം പോലെ തെറി പറയുന്നവരുണ്ടാവാം. സാറ അങ്ങനെ തെറിയൊന്നും അല്ല പറയുന്നത്. സാറയുടെ ചാനലിൽ അവിടെ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടിയോ അവരെ കുട്ടിയോ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈബർ സെല്ലിൽ കേസ് കൊടുക്കും. ഇനി കേസ് കൊടുത്തിട്ട് അവിടെ നിന്ന് ആക്ഷൻ ഉണ്ടായില്ലെങ്കിൽ പുള്ളിക്കാരത്തി സ്വന്തമായിട്ട് അങ്ങ് ആക്ഷൻ തയ്യാറാക്കും. നേരെ വണ്ടി ആ ഇട്ടവന്റെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് അങ്ങോട്ട് വിടും. അവിടെ പോയി അവന്റെ അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കൊടുക്കുവാനിട്ട്. അതാണ് നല്ല തന്റെ ഇടമുള്ള ഒരു സ്ത്രീയെ. ചുമ്മാ വാചടിക്കുന്ന പോലെയല്ല, പ്രവൃത്തിയിലൂടെ തന്റെ ഇടമുണ്ട്. അതൊരു ശരിയാണ്. നമ്മൾ മാന്യമായിട്ടിരുന്ന് സംസാരിക്കുന്ന ചാനലുകളിൽ പോലും വെറുതെ വന്ന് തോന്നിയാസം പറയുന്ന ആൾക്കാരുണ്ട്. അത് ഈ ഫേക്ക് ഐ ഡി ആണല്ലോ എന്നൊക്കെ ഓർത്ത് പറയുന്ന അവന്മാരാണ്. പക്ഷെ ആ ഫേക്ക് ഐ ഡി ഒക്കെ തപ്പിപ്പിടിക്കാനുള്ള മാർഗം ആയിക്കഴിഞ്ഞാൽ അതൊന്നും ഇപ്പോഴും വിവരമില്ല. ഞാനൊന്നും പിന്നെ അതിന്റെ പുറകെ ഒന്ന് നടന്ന് സമയം കാണില്ല. എനിക്കിഷ്ടമില്ലാത്ത കമന്റ് അങ്ങ് ഡിലീറ്റ് ആക്കി കളയും, അത്രേ ഉള്ളൂ. പക്ഷെ സാറയൊക്കെ പറയുന്നവരുടെ വീട്ടിൽ ചെന്ന് മിക്കവാറും പയ്യന്മാരും കുഞ്ഞു പയ്യന്മാരായിരിക്കും അടിച്ച് കർണക്കുറ്റി പോയിക്കുന്നുണ്ട്. അവരുടെ ചാനലിൽ നോക്കിയാൽ കാണാം. അതുകൊണ്ട് ഞാൻ ആ ചാനൽ കാണാറുണ്ട്. അപ്പം ഈ അടുത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ സാറ മറ്റാരെങ്കിലും പറയുന്ന കേൾക്കാൻ നിൽക്കാതെ പുള്ളിക്കാരത്തി നിമിഷയുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തു. അതാണ് അതിന്റെ കോമഡി. സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് കേറിയിട്ട് എന്താണ് ഈ കാണിക്കുന്നുള്ള നിമിഷയുടെ പറ്റീര്. അതായത് നിമിഷ എവിടെയും തുണിയൊന്നും പറിക്കുന്നില്ല, ഇപ്പൊ പറിക്കും എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ഞരമ്പന്മാർക്ക് കൊടുക്കുന്നത്. ഇവന്മാര് പ്രവാസികളാണ്, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഇങ്ങനെ കേറ്റി അടച്ചുകൊണ്ടേയിരിക്കും. അതാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അകത്തൊക്കെ ആരാണ് അപ്പൊ തെറ്റുകാരെന്ന് നിങ്ങൾ ആലോചിക്കണം. ശരിക്ക് ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാനുള്ള പൈസയല്ല കൊണ്ട് കൊടുക്കുന്നേ. അപ്പൊ പൊക്കോട്ടെന്നേ, അതിന് ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഞാൻ പറയില്ലായിരുന്നു പണ്ട്. നിമിഷ ചാനൽ തുടങ്ങിയ കാലത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കംപ്ലീറ്റ് നിഷാനെ ആരെയാണല്ലോ അവരെ കുറ്റം പറയുള്ളൂ. പക്ഷെ കാലം മാറിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വർഷമായില്ലേ, ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും ഇവന്മാർ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവന്മാരെ അല്ലേ കുറ്റം പറയണ്ട. അപ്പൊ സാറ പറയുന്നതെന്ന് കേക്ക്. 799 അല്ലെങ്കിൽ 1499 പാക്കേജ് എടുക്കണം എന്ന് കുടുംബത്തിനും കൊടുക്കാതെ, കുട്ടികൾക്ക് ഒരു മിഠായി കൂടി മേടിച്ചു കൊടുക്കാതെ കുറെ ചേട്ടന്മാര് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അവസാനം തുണി അഴിക്കാൻ പോകുമ്പോഴേക്കും തെണ്ടിത്തരല്ലേ ഈ പെണ്ണുമ്പിള്ള കാണിക്കുന്നത്. അടുത്ത ലൈവ് കാണിച്ചു തരാം. ഇപ്പൊ ചിലര് പറയട്ടോ സാറാമ 290 പാക്കേജ് എടുത്തിട്ട് അവരെ കുറ്റം പറയ. പിന്നെ ഉള്ളത് ഇതാണ്. ഇതൊക്കെയാണ് കേട്ടോ സബ്സ്ക്രിപ്ഷനിൽ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇളക്കുക, കാല് പൊക്കുക, വെള്ളത്തിൽ ചാടുക. നമ്മളപ്പോ വിചാരിക്കും വെള്ളത്തിൽ ചാടുമ്പോഴേക്കും ആ തുണി ഊരി കളയോന്ന്. ഇതൊന്നുമില്ല. പക്ഷെ തമ്മയില് കാണുമ്പോ വിചാരിക്കണം എന്താണ്, അയ്യോ ഇപ്പൊ ഊരും എന്ന്. പക്ഷെ ഒരു കാര്യമില്ലടാ. പിന്നെ അടുത്തതാണ് കുളിസീനാണ് കേട്ടോ. അപ്പോഴും നമ്മൾ കരുതും മുണ്ടടിക്കും, ഇപ്പൊ മുണ്ടടിക്കും. ഒരു ചുവന്ന ഷോർട്സ് മാത്രമാണ് പുള്ളിക്കാരിക്കുള്ളത്. ഈ ഒരു ചുവന്ന ഷോർട്സ് മിക്കവാറും ലൈവിൽ കാണാൻ പറ്റും. അപ്പൊ ഈ കുളിസീനിലും നിങ്ങൾ കാണുന്നത് എന്താണ്, ഇതിങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഈ മുണ്ട് ഊരാൻ പോകുമ്പോഴേക്കും എക്സ്ക്ലൂസീവ് പാർട്സ്, അതായത് അടുത്ത ഷോ കാണാനായിട്ട് 1499 ഇതെടുക്കാം. കൊതിപ്പിച്ചിട്ട് കടന്നു കളയുന്നത് തെറ്റല്ലേ? കൊതിപ്പിച്ച് നിൽക്കുമ്പോ ഈ പറഞ്ഞ കുടുംബവും നോക്കാതെ, മക്കൾക്കും പൈസ കൊടുക്കാതെ, ഭാര്യനെ നോക്കാതെ നോക്കുന്ന ചെലവുമാര് ഇപ്പൊ ഊരിയിട്ടുണ്ടോ എന്ന് അടുത്തത് 1499 അല്ലെങ്കിൽ 799 ഞാൻ ഇപ്പൊ തരും. നിമിഷക്ക് അപ്പോഴും പൈസ കൊടുത്തു. ചുമ്മാ ഇങ്ങനെ ഇരിക്കുവാണ്. 299 ഇരുന്നവര് ഊമ്പി. അതായത് ഞാൻ ഇപ്പൊ ഊരും അവർ പറയുന്നുണ്ട് ഊരണ ലൈവ് 799 രൂപ അല്ലെങ്കിൽ 5000 രൂപ വരെയൊക്കെയാണ് പോകുന്നത്. ഊരണ ലൈവ് അതിലുള്ളൂ. പിന്നെ നിമിഷ ബൈജുവിന്റെ മെമ്പർഷിപ്പ് ഓൺലി ഇതിലുള്ളതാണ് കുളിസീൻ. ഇതേ പുള്ളിക്കാരി കൊമ്പും ചോലയൊക്കെ ഇട്ടിട്ട് ഏത് സമയം കൈപൊക്കി കാണിച്ചു തരും കേട്ടോ. കഷമൊക്കെ കാണിച്ചു തരും. പിന്നെ കാല് ആ ചുവന്ന ട്രൗസർ വരെ കാണിച്ചു തരും. അപ്പോഴും ഈ പറഞ്ഞ മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാര് വിചാരിക്കും ഓ ഇതൊക്കെ പോക്കും. ഇതെല്ലാം മെമ്പേഴ്സ് ഉള്ളിലാണ് കിടക്കുന്നത്. 299 രൂപ എടുത്താൽ കാണാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ പറയുന്നത്. പക്ഷേ തുണി ഊരണമെങ്കിൽ അടുത്തതിലേക്ക് എത്തണം. അപ്പൊ ഈ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നോക്കി വെള്ളം ഉറക്കി നിൽക്കണ എക്സ്ട്രീം ലെവലിൽ എത്തുമ്പോഴാണ് തുണി ഊരണ ലൈവ് അടുത്ത മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറയണത്. വീണ്ടും ഞാൻ പറയുന്നില്ലേ, ചേട്ടന്മാർ കുടുംബത്തിനും പൈസ കൊടുക്കാതെ കുട്ടികൾക്കും മിഠായി ഒന്നും മേടിച്ചു കൊടുക്കുമ്പോൾ പൈസ ഇല്ലെന്ന് പറയുന്നത് എൻഡികളാണ് ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നതേ.
എന്നാ ഈ മുലയും തലയും കുണ്ടിയൊക്കെ സ്വന്തം ഭാര്യയൊക്കെ ഉണ്ടെന്ന് ഇവന്മാര് നോക്കുന്നില്ല. നല്ലൊരു ചുവന്ന ട്രൗസറും ടീഷർട്ടൊക്കെ മേടിച്ചു കൊടുക്ക്, സ്വന്തം ഭാര്യ അടിപൊളി ലുക്കിൽ നിൽക്കും. അതൊന്നും പറ്റത്തില്ല. ഇവരുടെയൊക്കെ ലൈവിന് പൈസ കൊടുക്കണ്ടേ? എന്തീ പറയുന്നത്? അടുത്ത മെമ്പർഷിപ്പ് ഹൃദയത്തിന്റെ ഉള്ളിൽ ക്ലീവേജ് ഇടാ. ഹൃദയത്തിന്റെ ഉള്ളിൽ ക്ലീവേജ് കാണാനാണ് 299 രൂപ കൊടുത്തത്. മനസ്സിലായോ? ഈ ടീഷർട്ട് എന്ത് ചെയ്യണം? സ്വന്തം ഭാര്യക്ക് മേടിച്ചു കൊടുത്ത് നിങ്ങളുടെ സ്വകാര്യത്തിൽ ഇടട്ടെ. അവർക്കുണ്ട് ഈ ക്ലീവേജ് ഒക്കെ. അപ്പോഴും കൊടുക്കൂല. പൈസ ഇല്ല, നീ നിനക്ക് ഡ്രസ്സോ? കഴിഞ്ഞ മാസമാണ് ഞാൻ മേടിച്ചത്. ചേട്ടാ പപ്പുന്റെ പാലിന്റെ മറ്റേ ഇതിന്റെ ഫീസ് കൊടുക്കട്ടെ, അടുത്ത മാസം കൊടുക്കാന്ന് പറയണേ. പക്ഷെ അപ്പാപ്പൻ ഇവിടെ കയറിയിട്ടുണ്ടാവും കേട്ടോ. സബ്സ്ക്രിപ്ഷൻ ആണ്. ഈ സബ്സ്ക്രിപ്ഷനിൽ ഞാൻ അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ശരീരം പ്രദർശിപ്പിക്കുന്നത് ഇല്ലാത്തത്. പക്ഷെ എനിക്കിവിടെ യോജിപ്പ് കുറവുള്ളത് കുഞ്ഞു കുട്ടികളെല്ലാവർക്കും ഉള്ളത്. അവർക്ക് ശ്രമിച്ചാൽ നല്ലൊരു ജോലിക്ക് പോകാൻ പറ്റും. രണ്ടാമത്തത്, ഈ ഒരു സബ്സ്ക്രിപ്ഷന്റെ പേരിൽ ശരിക്കും ഡ്രഗ്സ് പോലെയാണ്. കാരണം ആദ്യം ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും, ഇത് മറ്റേ ഇത്രം വരെ കെട്ടിയിട്ട്. രണ്ടാമത്തത് ഒരു അഡിക്ഷനിലേക്ക് എത്തിയിട്ട് തുണി ഉരിയണ കാണണമെങ്കിൽ 1500 രൂപ. അപ്പൊ ഒരു അഡിക്ഷൻ പോലെ ഇങ്ങനെ ഒരു സെക്ഷുവൽ ഈ ഒരു സാധനത്തിൽ അഡിക്റ്റ് ആയവരെല്ലാരും ഈ ഒരു സബ്സ്ക്രിപ്ഷൻ കയറി കംപ്ലീറ്റ് കാണും. അടുത്തത് വീഡിയോ അൺഅവൈലബിൾ എന്ന് പറഞ്ഞിട്ടാണ് കുറെ കാണുന്നത്. അതായത് മെമ്പേഴ്സ് ഓൺലി എന്ന് പറഞ്ഞിട്ട് തംബ്നെയിൽ ഇട്ടിരിക്കുന്നത് ഇതാണ്. കിടന്നിട്ട് ഒരു ട്രൗസർ ഉള്ളതാണ് ഇട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മെമ്പേഴ്സ് ഓൺലി 299 പാക്കേജ് എടുത്തവർക്ക് ഈ ഒരു ട്രൗസർ കാണുമ്പോഴേക്കും അതിലെഴുതി കാണിക്കുന്നത് എക്സ്ക്ലൂസീവ് പാക്കേജ് ഉള്ളവർക്കാണ്. ഇത് കണ്ട് ഈ പറഞ്ഞ മുട്ടിയിരിക്കണവന്മാരെന്ത് ചെയ്യും? അടുത്ത പാക്കേജ് എടുക്കും. പൈസ പോകുന്ന വഴികളാണ്. പലർക്കും ഇത് പിടിക്കണുണ്ടാവില്ല. ചേച്ചിക്ക് എന്താ കുഴപ്പം, ചേച്ചിക്ക് അത് ചെയ്താൽ പോരെ? പ്രതികരണ ശേഷി ഉണ്ടല്ലോ. ഒരു പേജൊക്കെ ഉള്ള സ്ഥിതിക്ക് വീട്ടിലിരുന്ന് കൊണോ എന്ന് പറഞ്ഞ് കുടുംബശ്രീ പറയണേക്കാളും നല്ലത് പേജ് ഉള്ളവരൊക്കെ ഇതൊക്കെ വന്ന് സംസാരിക്കണ്ടേ? ഇപ്പൊ സത്യം മനസ്സിലായല്ലോ. നിമിഷ സബ്സ്ക്രിപ്ഷനിലും തുണി പറിക്കുന്നില്ല. ഇപ്പൊ പറിക്കും എന്നും പറഞ്ഞാണ് ഓരോ സെക്ഷനായിട്ട് ഇവ ഞരമ്പന്മാർ ഇങ്ങനെ കാശ് അടക്കിക്കൊണ്ടേയിരിക്കും. സാറ് പറഞ്ഞ പോലെ സ്വന്തം കൊച്ചിന് ഒരു മിഠായി പോലും മേടിച്ചു കൊടുക്കാതെ ഭാര്യ ഒരു ഡ്രസ്സ് വാങ്ങിത്തരാൻ പറഞ്ഞു, അത് പറ്റിയെന്ന് പറഞ്ഞു. എല്ലാം കൊണ്ടേ കാശ് കളയുന്നത് ഇവിടെയൊക്കെയാണ്. അപ്പൊ ഇതാരാണ് തെറ്റുകാരൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ നിമിഷം ഈ അടുത്ത് ഹൗസ് ബോട്ട് മേടിച്ച കാര്യം നിനക്കറിയാലോ. പുള്ളിക്കകത്ത് ഇപ്പൊ വാടക വീട്ടിലാണ് കഴിയുന്നു പറഞ്ഞു. അടുത്ത ലക്ഷം സ്വന്തം വീടായിരിക്കും. അതിന്റെ ഇടയ്ക്ക് ചാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത ലക്ഷം സ്വന്തം വീടായിരിക്കും. അതൊക്കെ ഈസി ആയിട്ട് സാധിക്കുന്ന ഞാൻ പറയുന്നത്. എന്താണെന്നറിയാം, ഈ സബ്സ്ക്രിപ്ഷനിലൊക്കെ ഇതുപോലെ 2000 ഒക്കെ രൂപ കൊടുത്ത് ഇപ്പൊ കാണാന്ന് പറഞ്ഞ് ഇങ്ങനെ കയറുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പ്രവാസികളാണ് മെയിനായിട്ട്. അവരുടെ ഒരു ടൈം പാസ് ആണിത്. ഇത് അവിടെ കിട്ടാതെ വരുമ്പത്തേനും അങ്ങോട്ട് കാല് കയറിയിട്ട് നിമിഷ ലൈവ് നടത്തുന്നതിന്റെ താഴെ വന്നിട്ട് അങ്ങ് പുണ്യാളന്മാരങ്ങ് കളിക്കും. അയ്യോ അടുത്ത തലമുറ വഷളാക്കുന്നു, ഇവിടെ വീട്ടിലെ പിള്ളേരില്ലേ, ഈ പിള്ളേർ വളർന്നെന്ത് ചെയ്യും, ഇതാണ് കെട്ടിയോനെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്ത നിമിഷം എപ്പോഴും ഇന്ന് പറയുന്നുണ്ട് അവരുടെ ഭർത്താവും അവരുടെ വീട്ടിലുള്ളവരും അവരുടെ കൊച്ചും അവരുടെ അച്ഛനും അമ്മയും എല്ലാവരും ഈ കാര്യത്തിന് സപ്പോർട്ടാണ്. ഒരു പക്ഷെ അതെന്തൊരു മനഃശാസ്ത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അത് അവരുടെ മനഃശാസ്ത്രം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാശുണ്ടാക്കിയാൽ മതി, നാണക്കേടാ പണം, നാണം കെട്ടും പണം ഉണ്ടാക്കിയാൽ നാണക്കേടാ പണം മാറ്റും എന്ന് പറയുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നിമിഷം ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഈ സ്വന്തക്കാരുടെ ഇതിൻ്റെ അകത്ത് മുമ്പേ നിമിഷം പറഞ്ഞ കേട്ടോ, ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ മതി കൂട്ടുകാരും പിണങ്ങിയിരിക്കുന്നവരും ബന്ധുക്കാരും സ്വന്തക്കാരും എല്ലാം വിളിക്കും എന്ന നിമിഷം ഞാൻ മുന്നേ കാണിച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ശരിയാണ്. ഈ സ്വന്തക്കാരും ബന്ധുക്കാരും ഇവരുടെയൊക്കെ മുന്നിൽ സത്യം പറഞ്ഞ പിന്നെ തുണി പറിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, കഷമൊക്കെ കാണിക്കുന്നുണ്ട്, അത്യാവശ്യമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് വെച്ചാണേലും എങ്ങനെ ഇവരുടെയൊക്കെ മുന്നിൽ പോകുമെന്ന് അതിന് പുള്ളിക്കാരത്ത് എളുപ്പമൊന്നുമില്ല. പുള്ളിക്കാരത്ത് തൃശ്ശൂർ പൂരത്തിനൊക്കെ പുലികളിയായിട്ടൊക്കെ ഇറങ്ങുന്നതല്ലേ. അപ്പം അതിനൊക്കെ അത്യാവശ്യമുള്ള തൊലിക്കട്ടി ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പൊ അവര് ഫാമിലി മൊത്തം ആലോചിച്ചിരിക്കുന്നത് അവർക്ക് എങ്ങനെയാണേലും പണം ഉണ്ടാക്കുക, നാളെ ഒരിക്കൽ സ്വന്തം വീട് വെക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയുള്ള ലൈവ് ഇടുക, അല്ലെ ഇങ്ങനത്തെ വീഡിയോ ഇടുക, സബ്സ്ക്രിപ്ഷനിൽ ഇങ്ങനെ ചെയ്യുക, ഇതൊക്കെയാണ് അവര്. അപ്പോഴും നിമിഷം ചോദിച്ച പോലെ തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടാൽ ഇടിച്ചു കയറി വ്യൂസും കൊടുത്ത് അല്ലെ സബ്സ്ക്രിപ്ഷനും എടുത്ത് പോകുന്ന ആൾക്കാരാണ് ആരാണ്. അവർക്ക് തിരിച്ചു വന്നിരുന്ന് അബദ്ധം പറ്റിയെന്ന് കാണുമ്പോഴത്തേന് അവര് വന്നിരുന്ന് മുറവിളി കൂട്ടുന്നതാണ് നമ്മൾ ഈ ഹേറ്റ് കമന്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒന്നുമല്ല. ഇതിനൊക്കെ ഒരു അവസാനം നമ്മുടെ സോഷ്യൽ മീഡിയ വരണമെങ്കിൽ, അല്ലെ സോഷ്യൽ മീഡിയ അതിനുള്ള നിയമം വരണം. അതല്ല എങ്കിൽ ഇത് നിന്ന് പോണേ ഞരമ്പന്മാർ തന്നെ തീരുമാനിക്കണം. അല്ലാതെ നിൽക്കുകയല്ല. അവര് തീരുമാനിക്കണം അവരിനി അങ്ങോട്ട് പോകുന്നില്ലെന്ന്. അതേതായാലും ഒരു കാലത്തും ഉണ്ടാകാൻ പോകുന്നില്ല. സാറ് തമാശയായിട്ടാണ് ഇത് പറയെടുക്കുകയൊക്കെ ചെയ്യുന്നില്ല. അത് മുഴുവൻ കാര്യമല്ലേ അവർ ചോദിക്കുന്നത്. സ്വന്തം ഭാര്യയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാത്തവരായിരിക്കും ഈ പരിപാടി കാണിക്കുന്നത്. ഭാര്യ നാട്ടിൽ ഇരുന്നിട്ട് ഇന്ന കാര്യത്തിന് ഫീസ് അടയ്ക്കണമല്ല, ഇത്രയും കാശില്ല മുഴുവൻ കാശ് ഈ വക ഇതിനൊക്കെയാ പോകുന്നത്. ഇതിപ്പോ പറയും പ്രവാസികളെല്ലാം പൊങ്കാലിടാൻ വരണ്ട. എല്ലാരെ പറ്റി അല്ല ഈ പറയുന്നത്, ഇത് ചിലരെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.